ഈ ഒരു ആയത്ത് പല്ലിന്റെ ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് ടച്ച് ചെയ്ത് 7 പ്രാവശ്യം മന്ത്രിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന ശിഫയാകുമെന്ന് ഹബീബായി. മുസ്ലിങ്ങളായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ പറഞ്ഞുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിന്റെ അവസാനം വിക്കിത്തൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സൂറത്തും ഫാത്തിഹയൊക്കെ ഓതിയാൽ രോഗം മാറുമോ എന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരിക്കലും നമുക്കൊരു അസുഖം വരുമ്പോൾ ഡോക്ടറിനെ കാണണ്ട എന്നോ, ഒരു രോഗം വരുമ്പോൾ രാവിലെ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നാൽ അസുഖം മാറുമോ എന്നൊന്നും പഠിപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് നമുക്കൊരു അസുഖം വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ആ ഡോക്ടർ തരുന്ന മരുന്ന് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ആ മരുന്ന് നമ്മുടെ ശരീരത്തിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ഒരു മുസ്ലിമിന്റെ ആത്മീയ വിശ്വാസത്തിന് പറ്റും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എത്രയോ രോഗികൾ ഡോക്ടറിനെ ചെന്ന് കാണുകയും ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ആ ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകൾ ശരീരത്തിനോട് റെസ്പോണ്ട് ചെയ്യാതെ പലപ്പോഴും ആ രോഗി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ രോഗത്തിന് അതേ ഡോക്ടറിന്റെ അടുക്കൽ പോയ എത്രയോ രോഗികൾക്ക് രോഗം മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനോട് മരുന്നുകൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വ്യത്യാസമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിന്റെ ആത്മീയ വിശ്വാസം പ്രകാരം അവനിങ്ങനെ ദിക്റുകളും സൂറത്തുകളൊക്കെ ചെല്ലുന്നതോടുകൂടി ആ മരുന്നുകൾക്ക് നമ്മുടെ ശരീരത്തിനോട് നല്ലതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ അവന്റെ പടച്ചവന്റെ കഴിവ് കൊണ്ട് അവന് സാധിക്കും എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. സോ ഇസ്ലാം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ആദ്യം ചെയ്യുക, പിന്നെ പടച്ചോന്റെ തവക്കുലാക്കുക, ബാക്കിയെല്ലാം പടച്ചോൻ ചെയ്തോളൂ.